നമസ്കാരം. വസുദൈവ കുടുംബകം ഓൾ ഇസ് വെൽ എന്ന നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്പിരിച്വാലിറ്റിയെ പറ്റിയാണ്. വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? എന്താണ് ആത്മീയത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിനൊരിക്കലും ഒരു മതത്തിൻ്റെ പരിവേഷം നൽകാനായിട്ട് സാധ്യമല്ല. കാരണം എല്ലാവരും റിലീജിയസ് ആയിക്കൊള്ളണം എന്നില്ല. നോൺ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾക്കും ഇത് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്നുള്ളതുകൊണ്ട് ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഇതൊരു എൻലൈറ്റൻമെൻറ്റ് പ്രോസസ്സാണ്. ഇറ്റ്സ് എ സ്പിരിച്വലി എൻലൈറ്റൻഡ് അല്ലെങ്കിൽ അവേക്കൻഡ് എന്നൊക്കെ പറയുമല്ലോ. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സെൽഫിനെ റിയലൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് സെൽഫ് റിയലൈസേഷൻ എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മളെ കണ്ടെത്താൻ സാധിക്കും? നമ്മൾ തന്നെയല്ലേ അല്ലേ? പക്ഷേ ഈ കാണുന്ന നമ്മൾ തന്നെയാണോ നമ്മുടെ റിയൽ സെൽഫ് എന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിലുള്ള നമ്മളിത് തന്നെയാണോ? നമ്മൾ പുറമേ ജീവിക്കുമ്പോൾ ഒരുപാട് മാസ്കുകൾ ഉണ്ടായിരിക്കും നമ്മുടെ മുഖത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്വഭാവത്തിന് നമ്മൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ പെരുമാറ്റങ്ങൾക്ക് മാസ്ക് ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എല്ലാവരും നമ്മുടെ ഉള്ളിലുള്ള ആ ഇമോഷൻസ് അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടാണോ ജീവിക്കുന്നത്? ഒരിക്കലും അല്ല അല്ലേ? നമ്മൾ ഒരു പൊതുവേദിയിലായിരിക്കുമ്പോൾ നമ്മുടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി അത് വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് കുറച്ചൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മളെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മൾ തന്നെയാണോ അവിടെ പെരുമാറുന്നത്? ഒരിക്കലും അല്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ അങ്ങനെയാണോ? ഒരു പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്നത് പോലെയാണോ നമ്മൾ നമ്മുടെ വീട്ടിൽ? ഒരിക്കലും അല്ല. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയാലോ അവിടെ നമുക്ക് മറ്റൊരു നമ്മളെ കാണാൻ സാധിക്കും അല്ലേ? ആ ഒരു ഇന്നർ സെൽഫിനെ റിയലൈസ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ സ്പിരിച്വാലിറ്റി മീൻസ് ആ ഒരു അറ്റൈൻമെൻറ്റിന് ശേഷം നമുക്ക് ഒത്തിരി ഒരു കാംനെസ് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾനെസ്, ഒരു ബ്ലിസ് ഫീലിംഗ് ആയിരിക്കും നമുക്കുണ്ടായിരിക്കുക. അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തോന്നണില്ല. കാരണം ഐസ്ക്രീമിൻ്റെ രുചി അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളോട് ഒരു മണിക്കൂർ ഐസ്ക്രീമിനെ കുറിച്ചിട്ട് വാതോരാതെ പറഞ്ഞിട്ടും കാര്യമില്ല. അയാൾക്ക് അത് റിയലൈസ് ചെയ്യാൻ സാധിക്കില്ല. ഒരിക്കൽ അതിൻ്റെ രുചിയൊന്നും അറിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആരും അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ? അതുപോലെ രുചിച്ചറിയേണ്ട ഒന്നാണ് ഈ ഒരു സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇതൊരിക്കലും മതപരമായിട്ടുള്ള ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നവരും അത് അറ്റൈൻ ചെയ്യുന്നുണ്ട്. നോൺ റിലീജിയസ് ആയിട്ടുള്ളവർക്കും അറ്റൈൻ ചെയ്യാം. ഏതൊരു സാധാരണക്കാരനും അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ വലിയ സന്യാസി പര്യന്മാർ അല്ലെങ്കിൽ ഹിമാലയ സാനുക്കളുടെ തപസ് അനുഷ്ഠിക്കുന്ന മഹാത്മാക്കൾ ഇവർ മാത്രമാണ് സ്പിരിച്വലി എൻലൈറ്റൻഡ് ആയിട്ടുള്ളവരെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയാണോ? അല്ല. നമ്മൾ സാധാരണക്കാർക്കിടയിലും സ്പിരിച്വലി അവൈക്കൻഡ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അതായത് നമ്മളെ അറിയാം, നമ്മുടെ ഉള്ളിൽ ആ ഒരു ആനന്ദം, ആ ഒരു സന്തോഷം, ഒരു പരമാനന്ദം അനുഭവിക്കുക എന്ന് പറയില്ലേ, അത് ഈ ഐസ്ക്രീമിൻ്റെ രുചി പോലെ തന്നെയാണ്. അനുഭവിച്ചവർക്ക് മാത്രമേ അത് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ പലർക്കും റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് പേര്, അതായത് അവർ ഭക്തിയുടെ ഒരു രസം അത് നുകരാൻ അനുഭവിക്കാൻ അവർ സ്പിരിച്വലി അവർക്കത് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരെ അറ്റൈൻ ചെയ്യാനായിട്ട് അവരനുഷ്ഠിച്ച മാർഗം എന്താണ്? മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള ആ ഒരു ലൈഫ് ലീഡ് ചെയ്തിട്ട് അവരവരുടെ ഇന്നർ കോൺഷ്യസ്നെസ്സിനെ റിയലൈസ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു ഇന്നർ സെൽഫിനെ അവർ ഡിസ്കവർ ചെയ്യുകയാണ് ചെയ്തത്, കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി അതവിടെ ഉണ്ട്, നമ്മളതിനെ കണ്ടെത്തേ വേണ്ടൂ. അതുകൊണ്ടാണ് ഡിസ്കവർ എന്ന വേർഡ് ഉപയോഗിച്ചത്. നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്, ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്. എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഒന്നിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ഓരോ ദിവസം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ പെട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് നമ്മളൊക്കെ പുറമേക്ക് അലഞ്ഞു തിരിയാണ്. എവിടെ പോയാലാണ് എനിക്ക് ആശ്വാസം കിട്ടുക, ആരാണ് എന്നെ ഒന്ന് സമാധാനിപ്പിക്കുക എന്ന് കരുതി ആരെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ ഇഷ്യൂസിൻ്റെയും ഉത്തരം നമ്മുടെ ഉള്ളിലുണ്ട്, ഒന്ന് ഉള്ളിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോഴും നമ്മളതിനൊന്നും മെനക്കെടാറില്ല അല്ലേ? അപ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എവിടെയാണ് നമ്മുടെ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ഓടുകയാണ്. അതായത് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുമ്പോൾ അവളെ വിവാഹം കഴിച്ചാലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, എൻ്റെ ജീവിതം തന്നെ സക്സസ് ആയെന്ന് കരുതുന്നവരുണ്ട്.
അതല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷൻ, ആ പ്രൊഫഷൻ സ്വന്തമാക്കുക. അങ്ങനെ അതാണ് എൻ്റെ ലൈഫിൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ അത് കിട്ടിയാൽ ഞാൻ ഏറ്റവും സന്തോഷമാവുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇനി ഈ സന്തോഷങ്ങളെല്ലാം നേടിയിട്ടും ആ പരിപൂർണമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അടുത്ത ഡിസയർ വരും, അടുത്തൊരാഗ്രഹം നമ്മളെ വീണ്ടും കീഴ്പ്പെടുത്തും. എനിക്ക് മക്കളുണ്ടായാലാണ് കൂടുതൽ സന്തോഷമാവുക. ഇനി മക്കളുണ്ടായാലോ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴാണ് സന്തോഷമാവുക. ഇനി അത് കഴിഞ്ഞാലോ അവരുടെ വിവാഹം കഴിഞ്ഞ് കാണുമ്പോഴാണ് സന്തോഷം. അങ്ങനെ നമ്മൾ ഓരോ പാരാമീറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് കിട്ടിയാലാണ് സന്തോഷിക്കുക, അത് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് എന്താണ്, അങ്ങനെ നമ്മൾ ഓരോന്നിനെയും ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സന്തോഷം ഇതിലൊക്കെയാണ് എന്നുള്ളത്. ഇതൊക്കെ അറ്റൈൻ ചെയ്താലും നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ? അത് നമുക്ക് ഉറപ്പില്ല അല്ലേ? അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് പരിപൂർണ്ണമായിട്ട് ആ ഒരു സന്തോഷത്തിൽ തന്നെ, ആ ഒരു സന്തോഷത്തിൻ്റെ അനുഭൂതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സന്തോഷം? ആ ഒരു പരമാനന്ദം നമുക്ക് എങ്ങനെ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും? ആ ഒരു പരമാനന്ദം അറ്റൈൻ ചെയ്യുന്നവരാണ് സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ളവരെന്ന് പറയും. അതായത് അവർക്ക് ഒന്നിനെ കുറിച്ചും അവർ ബോധേഡല്ല. അവർ ജീവിക്കുന്നത് ഒരിക്കലും പാസ്റ്റിലോ ഫ്യൂച്ചറിലോ അല്ല. അപ്പം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ എന്താ ചെയ്യുന്നത്? അതായത് ഒരുപാട് നമുക്ക് ലൈഫിൽ ട്രോമാസ് ഉണ്ടായിരിക്കും. പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് വേദനിച്ച് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർത്ത് അല്ലേ, നമ്മൾ ഒത്തിരി സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അത് തന്നെ ഓർത്ത് വേദനിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടായിരിക്കും ചിലർക്ക്. ഇനി മറ്റു ചിലരെ സംബന്ധിച്ചാണെങ്കിലോ, നാളെ എനിക്ക് എന്താ ഉണ്ടാവുക, എൻ്റെ മക്കൾക്ക് എന്താ സംഭവിക്കുക, എൻ്റെ കുടുംബത്തിന് എന്താ സംഭവിക്കുക, എനിക്ക് നാളെ എന്താ, എങ്ങനെയാണ് ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകാം, അങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ആൻസൈറ്റി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ ആ ഒരു ആൻസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇവർ യഥാർത്ഥത്തിൽ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ യഥാർത്ഥ സന്തോഷം അനുഭവിക്കേണ്ടത് എപ്പോഴാണ്? യഥാർത്ഥത്തിൽ പാസ്റ്റും ഫ്യൂച്ചറും ഒന്നുമില്ല. അതായത് നമ്മൾ പാസ്റ്റിൽ ജീവിച്ചിട്ടും കാര്യമില്ല, ഫ്യൂച്ചറിൽ ജീവിച്ചിട്ടും കാര്യമില്ല. നമുക്ക് പ്രസൻറ്റിൽ ജീവിക്കാൻ സാധിക്കുമ്പോൾ, ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, അവിടെയാണ് യഥാർത്ഥത്തിലുള്ള സെൽഫ് റിയലൈസേഷൻ, അല്ലെങ്കിൽ ആ ഒരു അറ്റൈൻമെൻറ്റ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നത് എപ്പോഴും പ്രസൻറ്റിലായിരിക്കും. പ്രസൻറ്റിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ചിയർഫുള്ളായിരിക്കും, പീസ്ഫുള്ളായിരിക്കും. ആ ഒരു കാംനെസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലായിരിക്കും അവർ. അപ്പോൾ അത് എപ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു ആ ഒരു അവസ്ഥ അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ അനുഭവിക്കാനോ നമുക്ക് സാധിക്കുന്നത്? അതിനെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഹിമാലയ സാനുക്കളിൽ പോയി തപസ്സിരുന്നാൽ മാത്രം കിട്ടുന്ന ഒന്നല്ല. നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെ, നമ്മൾ ഒരുപാട് ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ കടന്നു വരുന്നവരാണ്. അപ്പോൾ ഓരോരോ അനുഭവങ്ങളിൽ കൂടി കടന്ന് ഓരോ ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ, തിരിച്ചറിവിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വയമേവ ആർജിക്കാൻ സാധിക്കും. നമ്മുടെ ഈ സന്തോഷം, ആനന്ദം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പുറമെ അന്വേഷിച്ചാൽ കിട്ടില്ല അല്ലേ? അതായത് ഈ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. പുറമേയുള്ള പല കാര്യങ്ങളും കാണുമ്പോൾ ആ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ഇപ്പോൾ സെറട്ടോണിൻ, ഡോപ്പമൈൻ പോലെയുള്ള ഈ കെമിക്കൽസ് എപ്പോഴാണോ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ആ ഒരു സന്തോഷം നമുക്ക് അനുഭവവേദ്യമാവുന്നത് ഇത്തരം കെമിക്കൽസിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ വഴിയാണ്. ഇനി നമുക്ക് എന്തൊക്കെ എക്സ്റ്റേണലായിട്ട് എന്തൊക്കെ ട്രിഗേഴ്സ് ഉണ്ടായാലും നമുക്ക് ഈ ഒരു കെമിക്കൽസിൻ്റെ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ നമുക്കിതൊക്കെ അനുഭവിക്കാൻ സാധിക്കുമോ? സന്തോഷിക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ എക്സ്റ്റേണൽ ട്രിഗേഴ്സ് കൊണ്ട് നമ്മൾ സന്തോഷിച്ചു, ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസ് വഴി നമ്മൾ സന്തോഷിച്ചു എന്ന് തന്നെ വിചാരിക്കാം. അപ്പോഴും നമ്മുടെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് നമ്മുടെ ഉള്ളിലെ സന്തോഷത്തിന് ട്രിഗർ ചെയ്യാനേ സാധിക്കും. അനുഭവിക്കുന്നത് നമ്മളെപ്പോഴും ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ പുറമെ കുറേ അലഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊക്കെ വെറും ട്രിഗേഴ്സാണ്. ആ ട്രിഗർ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലായി. അപ്പോൾ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട്, എപ്പോഴും ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലിരിക്കാനായിട്ട്, ഒരു കാംനെസ്സിലിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ കണ്ടെത്താൻ സാധിക്കണം. അതെങ്ങനെ കണ്ടെത്താൻ സാധിക്കും? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ പോലെയുള്ള ടെക്നിക്സ് അല്ലേ. നമുക്ക് ഈ ഒരു പ്രസൻറ്റിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലേക്ക്, അതിപ്പോൾ ഇന്നോ നാളെയോ നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. കണ്ടിന്യൂസ് ഒരു പ്രോസസ്സാണത്. നമ്മൾ ഓരോരോ വഴികളിലൂടെ കടന്നു പോകും തോറും നമ്മൾ ഈ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസസ് ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കും?
അപ്പോൾ നമുക്ക് സ്വയം നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കും. നമ്മൾ കുറേ ലേബൽസ് ഉണ്ട് നമ്മുടെ മേലെ. അതായത് ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു ഇന്ത്യനാണ്, ഞാനൊരു ഡോക്ടറാണ്, എൻജിനീയറാണ്, ഞാനൊരു ടീച്ചറാണ്. അങ്ങനെ ഒത്തിരി ലേബൽസ് നമ്മളെ പൊതിഞ്ഞ് ഒരുപാട് ലേബൽസ് ഉണ്ട്. ആ ഓരോ ലേബൽസും അഴിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ അതിനെല്ലാം റിമൂവ് ചെയ്യുമ്പോൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നൊരു ഞാനുണ്ട്. ആ എന്നെ കണ്ടെത്തുമ്പോഴാണ് ആ ഒരു സെൽഫ് റിയലൈസേഷൻ സംഭവിക്കുന്നത്. അതാണ് യഥാർത്ഥ ഞാൻ. ഈ മാസ്കുകളൊന്നുമില്ലാതെ, ഈ ലേബൽസ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ എന്നെ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ സെൽഫ് റിയലൈസ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, ആ ഒരു ഒരു പരമാനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാം. അതൊരിക്കൽ അറ്റൈൻ ചെയ്താൽ പിന്നീട് നമുക്ക് നമ്മളെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാം, പക്ഷേ എല്ലാറ്റിനെയും നോക്കിക്കാണുന്ന നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം, അവിടെയാണ് പ്രധാനം. ഇപ്പോൾ ഏതൊരവസ്ഥയിലൂടെ കടന്നു പോകാനും നമുക്ക് സാധിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ബ്ലിസ്ഫുൾനെസ്, അല്ലെങ്കിൽ ഈ ഒരു കാംനെസ്, പീസ്ഫുൾനെസ്, ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് എന്ത് വേണം? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മളെ കണ്ടെത്തണം. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? മെഡിറ്റേഷൻ. ഏർലി മോർണിംഗിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി നമുക്കുണ്ടാവുന്ന ചേഞ്ചസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, എന്ത് വന്നാലും ഏതൊരു സാഹചര്യത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സ്പിരിച്വലി അവൈക്കൻഡ് ആയവർക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതായത് അവർക്ക് നാളെക്കുറിച്ച് ആദിയില്ല, ഇന്നലകളെക്കുറിച്ചുള്ള വേദനകളില്ല. അവർ ഇന്നിൽ ജീവിക്കുന്നവരാണ്. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്, അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ ജീവിക്കുമ്പോൾ തന്നെ അവർക്ക് ഈസിലി സക്സസ്ഫുൾ ആവാൻ സാധിക്കും. അപ്പോൾ അവരെന്താണ്? ഒരു പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള സോൾസ് ആയിരിക്കും, പ്യുവർ മൈൻഡഡ്, പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള സോൾസ് ആയിരിക്കും. അവരിലേക്ക് എല്ലാം ഈസിലി അട്രാക്റ്റഡ് ആവും. ആ ഒരു സന്തോഷത്തിൻ്റെ, ആ ഒരു ആ ഒരു ആനന്ദത്തിൻ്റെ ഒരു ലഹരി എന്നൊക്കെ പറയില്ലേ, അതൊരിക്കലും നമുക്ക് പുറമേ ഉള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒന്നിനും നമുക്ക് ആ ഒരു ആനന്ദം പകർന്നു തരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയുക, തിരിച്ചറിയുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്നർ സെൽഫിനെ കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുവേണ്ടി മെഡിറ്റേറ്റ് ചെയ്യുക, ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ അനവധിയാണ്. പറഞ്ഞാലും തീരാത്ത അത്രയും അനവധി ഗുണങ്ങളാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്നർ സെൽഫിനെ കണ്ടെത്തി മെഡിറ്റേഷനിലൂടെ നമുക്ക് പരിപൂർണമായിട്ട്, വെറും മെഡിറ്റേഷനിലൂടെയൊക്കെ നമുക്ക് സക്സസ് ആവാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് പല മാർഗ്ഗങ്ങളിലൂടെയും പോകാം. നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇവിടെ യൂണിവേഴ്സിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏത് വഴിയിലൂടെ വേണമെങ്കിലും പോയിക്കോളൂ. പക്ഷേ അവസാനം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ എത്തിച്ചേരുന്നത് ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും എല്ലാവരും, അല്ലേ? അപ്പോൾ ആ ഒരു ഇന്നർ കോൺഷ്യസ്നെസ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പവർ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, യാതൊരു സങ്കടങ്ങളും ഇല്ല. എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും. ഈ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും എല്ലാം ആ ഒരു ആനന്ദത്തിനെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാവർക്കും ആ ഒരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും സെൽഫ് റിയലൈസേഷൻ സംഭവിക്കാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. അതുപോലെ നന്മയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ഇന്നിൽ ജീവിക്കുക, ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. താങ്ക് യു.